ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നോക്കാൻ പോകുന്ന ഫുഡ് പ്രിസർവേഷൻ്റെ ഡെഫിനിഷനും പ്രിൻസിപ്പിൾസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെയാണ്. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രീറ്റിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഫുഡ് ടു സ്റ്റോപ്പ് ഓർ സ്ലോ ഡൗൺ ഫുഡ് സ്പോയിലേജ്, ദസ് അലോയിങ് ദ ഫുഡ് ടു ലാസ്റ്റ് ലോങ്ങർ. നമുക്കറിയാം ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്പോയിലേജ് അല്ലെങ്കിൽ ഡീക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അതല്ലെങ്കിൽ ഡിലേ ചെയ്യുക, അങ്ങനെ ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ എയിം. Unless special methods are used to preserve foods, the majority of foods are quick to decompose or rot as a result of microorganisms and enzymes. നമുക്കറിയാം ഫുഡിൽ ഇങ്ങനെയുള്ള പ്രിസർവേഷൻ മെത്തേഡ്സ് ഒന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ്സും സെമി പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ്സൊക്കെ തന്നെയും പെട്ടെന്ന് ഡിക്കേ അല്ലെങ്കിൽ സ്പോയിലേജ് വരാനുള്ള ചാൻസസ് ഉണ്ട് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദ എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഇറ്റ് സെൽഫ്. Food preservation is the technique to prevent food spoilage, food poisoning and microbial contamination in food. നമുക്കറിയാം ഫുഡിൻ്റെ സ്പോയിലേജ് അല്ലെങ്കിൽ ഡീക്കെ പ്രിവെൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ഫുഡ് പോയ്സണിങ്, ഫുഡ് ബോൺ ഇൽനെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മൈക്രോബിയൽ കണ്ടാമിനേഷനും പ്രിവെൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ ഫുഡ് പ്രിസർവേഷൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഫുഡ് പ്രിസർവ് ചെയ്തില്ല എങ്കിൽ ഈ പെരിഷബിളായിട്ട് പെട്ടെന്ന് ചീത്തയാവുന്ന ഫുഡ്സിനെയാണ് പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. ഫ്രഷ് മീറ്റും അതുപോലെ ഫിഷും ഒക്കെ ഇതിനകത്തൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിസർവേഷൻ മെത്തേഡ്സൊക്കെ നമ്മൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഫുഡ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പം ഇതിൻ്റെ റീസൺ അല്ലെങ്കിൽ നീഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റീസൺ അല്ലെങ്കിൽ നീഡ് ഫോർ പ്രിസർവിങ് ഫുഡ്സ് ആണ് സേഫ്റ്റി. ഇറ്റ് എൻഷുർസ് ഫുഡ് സേഫ് ആൻഡ് ഫ്രീ ഫ്രം ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ കോസ് ഇൽനെസ്. നമുക്കറിയാം മൈക്രോബിയൽ ഡികമ്പോസിഷൻ ഒഴിവാക്കുന്ന വഴി ഫുഡ് ബോൺ ഇൽനെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്ത് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് അക്സെപ്റ്റബിലിറ്റി. കീപ് ഫുഡ്സ് ഇൻ എ സ്റ്റേറ്റ് അക്സെപ്റ്റബിൾ ഫോർ ദ കൺസ്യൂമർ ആൻഡ് റെഡ്യൂസസ് ദ വേസ്റ്റേജ്. നമുക്ക് കൺസ്യൂമർ അക്സെപ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് റൊട്ടണം സ്പോയിലേജും ഒക്കെ ഉള്ള ഫുഡ്സൊന്നും കൺസ്യൂമർ അക്സെപ്റ്റബിലിറ്റി കിട്ടത്തില്ല. ഒപ്പം തന്നെ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് ഫുഡ്. അപ്പം കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒരുപോലെ ഹെൽപ്ഫുള്ളാണ് ഈ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ്. തേർഡ് വണ്ണാണ് ന്യൂട്രിറ്റീവ് വാല്യൂ. റിറ്റെയിൻ ദ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ദ ഫുഡ്സ്. നമുക്കറിയാം മൈക്രോബിയൽ ഡീകമ്പോസിഷൻ വഴിയിട്ടല്ലാതെ തന്നെയും നമുക്ക് സെൽഫ് ഡീകമ്പോസിഷൻ വഴിയിട്ടും, അതായത് അതിനകത്തുള്ള ഈ എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനകത്തൊക്കെയുള്ള അതിനകത്തുള്ള എൻസൈംസ് തന്നെയും അതിനകത്തുള്ള ബ്രൗണിങ് റിയാക്ഷൻ വഴിയിട്ട് ന്യൂട്രിയൻസിനെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അവൈലബിലിറ്റി. മേക്ക് പെരിഷബിൾ ഫുഡ്സ് അവൈലബിൾ ഓൾ ഇയർ അറൗണ്ട് വിച്ച് പ്രൊവൈഡ്സ് ഫോർ ഗ്രേറ്റർ ഡയറ്റ് വെറൈറ്റി. നമുക്കറിയാം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രിസർവ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് ഓൾ ഇയർ റൗണ്ട് നമുക്ക് ആ ഫുഡിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഇങ്ങനെ സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡ്രൈയിങ്ങോ പിക്കിങ്ങോ വഴിയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് സീസൺ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാം. നെക്സ്റ്റാണ് എക്കണോമിക് വയബിലിറ്റി. അച്ചീവ് എക്കണോമിക് വയബിലിറ്റി ഓഫ് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ബൈ റെഡ്യൂസിങ് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ അവൈലബിലിറ്റി. നമ്മൾ മുമ്പേ പറഞ്ഞ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റേജും ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്ന വഴിയിട്ട്. അപ്പോൾ ഒപ്പം തന്നെ കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫുഡ് പ്രിസർവേഷൻ. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് microbial decomposition of food, prevention or delay of self-decomposition of food, prevention of damage by insects, animals, mechanical causes, etc. ഇത് ഫസ്റ്റ് വൺ ആണ് പ്രിവെൻഷൻ ഓഫ് ഡിലേ മൈക്രോബിയൽ ഡികമ്പോസിഷൻ. അത് പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം, അതാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ബൈ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, ഫിൽട്രേഷൻ, ബാക്ടോ ഫിൽട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ നാനോ ഫിൽട്രേഷൻ വഴിയിട്ടൊക്കെ ബാക്ടീരിയനെ ഡ്രിങ്കിങ് വാട്ടറിനകത്തുനിന്നും ഒക്കെ അല്ല മിൽക്കിനകത്തുനിന്ന് റോ മിൽക്ക് ഫോർ ചീസ് മാനുഫാക്ചറിങ്, അതിനാണ് ബാക്ടോ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് മൈക്രോബ്സിനെയൊക്കെ റിമൂവ് ചെയ്യാം. ബൈ ഹിൻഡറിങ് ദ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം, നമുക്ക് ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടോ അല്ലെ ഡ്രൈയിങ്ങോ അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷനോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹിൻഡർ അല്ലെങ്കിൽ ഇതിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് ആണ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അത് സ്റ്റെറിലൈസേഷനും പാസ്ചറൈസേഷനും ഒക്കെയാണ്, അല്ലെങ്കിൽ UV റേഡിയേഷൻ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ വണ്ണില് പ്രിവെൻഷൻ ഓഫ് ഡിലേ ഓഫ് സെൽഫ് ഡികമ്പോസിഷനകത്ത് വരുന്നത് ഇതിനകത്തുള്ള ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈംസിനകത്ത് തന്നെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്ത് തന്നെയുള്ള എൻസൈംസിനെ ബ്ലാഞ്ചിങ് വഴിയോ ബോയിലിംഗ് വഴിയിട്ടോ ഒക്കെ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നതാണ്
എൻസൈംസ് എല്ലാം പ്രോട്ടീൻ ഇൻ നേച്ചറാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ചസ് വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ pH ചേഞ്ച് വന്നോ ഒക്കെ നമുക്ക് ഈ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പോളിഫിനോൾ ഓക്സിഡേസ് പോലുള്ള എൻസൈംസ്, ഈ എൻസൈംസ് പ്രസന്റ് ആണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ബ്രൗണിങ് റിയാക്ഷൻ വരും. അപ്പോൾ അതിനകത്തുള്ള ന്യൂട്രിയൻ്റ് കോമ്പോസിഷൻ ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ന്യൂട്രിറ്റീവ് വാല്യൂ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലാഞ്ചിങ് വഴിയിട്ട് നമുക്കോ അല്ലെങ്കിൽ ബോയിലിംഗ് വഴിയിട്ടോ ചെയ്യാം. ഈ സെൽഫ് ഡീകമ്പോസിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതല്ല എങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫാറ്റ്സ് ഓയിൽസിനകത്തുള്ള ഓക്സിഡേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നാച്ചുറലും ആർട്ടിഫിഷ്യലും ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതിൽ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാം. ലാസ്റ്റ് വണ്ണാണ് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ബൈ ഇൻസെക്ട്സ്, ആനിമൽസ്, മെക്കാനിക്കൽ കോസസ് എക്സെട്ര. ഇതിന് നമുക്ക് ഫ്യൂമിഗൻസും അതുപോലെ തന്നെ കുഷനിങ്ങും പാക്കേജിങ് മെറ്റീരിയൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് മെക്കാനിക്കൽ ഡാമേജ് ഒഴിവാക്കാനും അതുപോലെ ഇൻസെക്ട്സ് ട്രാപ്പുകളും അതുപോലെ ഫ്യൂമിഗൻസ് ഉപയോഗിച്ചിട്ട് സീരിയൽസിനകത്തും പൾസസിനകത്തേക്ക് ഇൻസെക്ട്സിനെ അവോയ്ഡ് ചെയ്യാനും അതിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് നമുക്ക് കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം, അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസെപ്റ്റീവ് പാക്കേജിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടെയ്നറിൽ, പ്രീ സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ സ്റ്റെറൈൽ ഫുഡ് സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹെർമാറ്റിക് കണ്ടീഷനിൽ ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ അസെപ്റ്റീവ് പാക്കേജിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം, ഫ്രൂട്ട്സിനായാലും വെജിറ്റബിൾസിനായാലും നാച്ചുറൽ സ്കിൻ അല്ലെ പീൽ ഒരു നാച്ചുറൽ ബാരിയർ ആണ്. അതുപോലെ തന്നെ നട്ട്സ്, ഇതിൻ്റെയൊക്കെ ഔട്ടർ ഷെൽസ് ഓൺ എഗ്, സ്കിൻ ഓർ ഫാറ്റ് ഇൻ മീറ്റ്. അതുപോലെ തന്നെയാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഈ പാക്കേജിങ് മെറ്റീരിയൽ പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് പാക്കിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ട് നമുക്ക് കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം എന്നുള്ള ഒരു കൺസെപ്റ്റ്. നെക്സ്റ്റ് ആണ് ബൈ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ഫിൽട്രേഷൻ. നിങ്ങൾ ബാക്ടോ ഫിൽട്രേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മിൽക്കിനകത്തുനിന്ന് നമ്മൾ ബാക്ടീരിയനെ റിമൂവ് ചെയ്യുകയാണ്. റോ മിൽക്ക് ഫോർ ചീസ് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആ റോ മിൽക്കിൽ നിന്ന് ബാക്ടീരിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഫിൽട്രേഷൻ ടെക്നിക്ക്, അതാണ് ബാക്ടോ ഫിൽട്രേഷൻ. ഇതുപോലെ തന്നെ ലിക്വിഡ് ഫുഡ്സിനെയൊക്കെ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ഫിൽറ്റർ മെറ്റീരിയൽ കൂടി, അതായത് ആസ്പെറ്റോസ്, പാഡ്, ഡയറ്റോമിഷ്യസ് എർത്ത്, അൺഗ്ലേസ്ഡ് പോർസിലീന് സീഡ്സ് ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്തതിന് ശേഷം ലേറ്റർ ഇറ്റ് പെർക്കുലേറ്റ് ത്രൂ നാനോ ഫിൽട്രേഷൻ മെംബ്രെയിൻ മെറ്റീരിയൽ, സെല്ലോസ് അസറ്റേറ്റ് പോലെയുള്ള നാനോ ഫിൽട്രേഷൻ മെംബ്രെയിൻ മെറ്റീരിയൽസ് കൂടി പെർക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഫുഡ്സിനകത്തുള്ള ബാക്ടീരിയയിലെ മൈക്രോബ്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ. അതിനകത്ത് ബൈ ഹിൻഡറിങ് ദ ഗ്രോത്ത് ഓർ ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഡ്രൈയിങ് ചെയ്യാം. അതുപോലെ തന്നെ അനേറോബിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മൈക്രോബിയൽ ആക്ടിവിറ്റി ഹിൻഡർ ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ അതിനെ ഡിലേ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഫസ്റ്റ് വന്ന് ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റെഫ്രിജറേഷനും ഫ്രീസിങ്ങും ആണ്. അപ്പം ഇതിനകത്ത് സെല്ലാർ സ്റ്റോറേജും കൂടിയുണ്ട്. സെല്ലാർ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമേഴ്സൊക്കെ തന്നെ അവരുടെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഗ്യാപ്പിൽ അതിന് നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഫീൽഡിൽ തന്നെ ഇതുപോലെ റൂട്ട് ക്രോപ്സും പൊട്ടറ്റോസും ഓണിയൻസും ഒക്കെ ഒരു 15 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്നതാണ് സെല്ലാർ സ്റ്റോറേജ് എന്ന് പറയും. അപ്പോൾ അതൊരു നമുക്ക് 15 ഡിഗ്രി സെൽഷ്യസ്, അതൊരു ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നുള്ളതാണ് റെഫ്രിജറേഷൻ ഓർ ചില്ലിങ്. 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പാസ്ചറൈസ് ചെയ്ത മിൽക്കിനെ പിന്നെ കൊണ്ടുവന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്റ് അല്ലെങ്കിൽ ചില്ല് ചെയ്ത് നമുക്ക് പ്രിസർവ് ചെയ്യാം. തേർഡ് മെത്തേഡാണ് ഫ്രീസിങ് അല്ലെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ -18. അതായത് ഫ്രീസ് എപ്പോഴാണോ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത് അത് തൊട്ടിട്ട് അതിനെ ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറയാം ആ പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ -18 to -40 ആണ് പ്രിഫറബിളി നമുക്കിങ്ങനെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രീസിങ് ടെമ്പറേച്ചർ പറയുന്നത്. പിന്നെ നോക്കിക്കേ ഡ്രൈയിങ് സെക്കൻഡ് മെത്തേഡാണ് ബൈ റിമൂവൽ ഓഫ് വാട്ടർ. അപ്പോൾ തന്നെ ഡ്രൈയിങ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയും. നമുക്ക് നാച്ചുറൽ മെത്തേഡ് സൺ ഡ്രൈയിങ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഡ്രയേഴ്സ് കുറേ ഏറെയുണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ നമുക്കറിയാം ജാമ, ജെല്ലി പോലെയുള്ള ഇൻ്റർമീഡിയറ്റ് മോയ്സ്ചർ ഫുഡ്സ്, ഇത് വെച്ചിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാം ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സിനെയൊക്കെ. പിന്നുള്ളതാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷന്, ഡ്രൈയിങ് ഗ്രേപ്സ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഡ്രൈ ചെയ്യുന്ന മെത്തേഡ്. പിന്നെ പിക്ലിംഗ് ഓഫ് മാംഗോസ്, ഇതൊക്കെയും തന്നെ ഈ മോയ്സ്ചർ റിമൂവലും അതല്ലെങ്കിൽ മോയ്സ്ചറിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രിസർവേഷൻ ടെക്നിക്കുകളാണ്, ഷുഗറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം. പിന്നെ ഈ ജാമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഹേർഡിൽ ടെക്നോളജിയാണ് അതിൻ്റെ പ്രിസർവേഷനിൽ വരുന്നത്. കാരണം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, ഹ്യൂമെക്റ്റൻസ്, പിന്നെ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത്. അപ്പോൾ ഇങ്ങനെ രണ്ടോ അതിലധികമോ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നതിന് നമ്മൾ ഹേർഡിൽ ടെക്നോളജി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ തേർഡ് മെത്തേഡാണ് ബൈ ക്രിയേറ്റിംഗ് അനേറോബിക് കണ്ടീഷൻസ്. നമുക്കറിയാം ഈ ന്യൂട്രിയൻ്റ് കോമ്പോസിഷനിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഇങ്ങനെ മൈക്രോബ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ്റെ റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് അനേറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എയറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അനേറോബിക് കണ്ടീഷന് ഒന്ന് കാർബണേഷൻ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക്
ഫെർമെൻറ്റേഷൻ വഴിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നൈട്രജൻ ഫ്ലഷ് ചെയ്യാം. പിന്നെ എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാനിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫൈനൽ എക്സോസ്റ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനകത്തുനിന്ന് എയറിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ നൈട്രജൻ പിന്നെ പോലെയുള്ള ഇനേർട്ട് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു അനേറോബിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ബൈ യൂസ് ഓഫ് കെമിക്കൽസ്. ഇവിടെ ആൻറ്റി ഓക്സിഡൻസും പിന്നെ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, ബെൻസോയിക് ആസിഡ്, സോർബിക് ആസിഡ്, അങ്ങനെ പൊട്ടാസ്യം മെറ്റാസൾഫേറ്റ് പോലെയും പിന്നെ നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവ്സ്, ഷുഗറും അതുപോലെ തന്നെ സോൾട്ടും ഇതൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ട്രാൻസിഡിറ്റി അല്ലെങ്കിൽ റിവേർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയണേ അതിൻ്റെ മൈക്രോബിയൽ ഡീകമ്പോസിഷനും സെൽഫ് ഡീകമ്പോസിഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോവേവ് ഡീകമ്പോസിഷൻ തന്നെ ബൈ കില്ലിംഗ് മൈക്രോ ഓർഗാനിസം. യൂസ് ഓഫ് ഹീറ്റ്. അപ്പം ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പാസ്ചറൈസേഷൻ, അതായത് ഹീറ്റിംഗ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിനകത്ത് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം ഉണ്ട്, അതായത് 62.2 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ്. ജനറലി നമ്മളതിന് 63 ഡിഗ്രി ഫോർ 30 മിനിറ്റ്സ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോഴേക്കും മിൽക്കിൻ്റെ പാസ്ചറൈസേഷന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ HTST, അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്, അതായത് 72 ഡിഗ്രിയിൽ 15 സെക്കൻഡ്സ്. പിന്നെ ഗ്രേപ്പ് വൈനൊക്കെ ആണെങ്കിൽ 80 to 85 1 മിനിറ്റ് ആണ്. അതുപോലെ ബോട്ടിൽഡ് ഗ്രേപ്പ് ജ്യൂസിനാണെങ്കിൽ 76.7 ഫോർ 30 മിനിറ്റ്സ് ഒക്കെയാണ് ഈ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. കാർബണേറ്റഡിനാണെങ്കിൽ 65 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വിനിഗറിന് 60 to 65 30 മിനിറ്റ്സ്. കാരണം വിനിഗറൊക്കെ ഒരു ആസിഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ആസിഡിക് pH-ൽ ഈ മൈക്രോബ്സിന് ഗ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു ടെമ്പറേച്ചർ ഇച്ചിരി കുറച്ച് ചെയ്യുന്നത്. പിന്നുള്ളതാണ് ബോയിലിംഗ്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റാണ്. ഹീറ്റിംഗ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം വെജിറ്റേറ്റീവ് സെൽസിനെയും സ്പോസിനെയും ഈസ്റ്റിൻ്റെ മോൾഡിൻ്റെയൊക്കെ സ്പോസിനെയൊക്കെ അത് കില്ല് ചെയ്യും. പിന്നുള്ളതാണ് ക്യാനിങ്. പിന്നുള്ളതാണ് നമ്മൾ ബേക്കിംഗ് എന്ന് പറയും. ബേക്കിങ്ങും ഇതുപോലെ തന്നെ ഒരു 100 നിയർലി ടെമ്പറേച്ചർ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്. പിന്നെ നോക്കിക്കേ, ഹീറ്റിംഗ് എബോവ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ക്യാനിങ്ങും സ്റ്റെറിലൈസേഷനും അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റിൽ യൂപ്രൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ക്യാനിങ്ങിൻ്റെ നമുക്കറിയാം 121.1 ഡിഗ്രിയിൽ 15 PSI പ്രഷറിലാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെറിലൈസേഷൻ ഓഫ് മിൽക്ക് ആൻഡ് അതർ ലിക്വിഡ് ഫുഡ്സ് ലൈക്ക് ജ്യൂസസ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമാണ് ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോഴേക്കും 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റിൽ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട് അതിന് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് വേറൊരു മെത്തേഡാണ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അതർവൈസ് കെൻ യൂസ് റേഡിയേഷൻ. അതിനെ കോൾഡ് റേഡിയേഷൻ അല്ലെങ്കിൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ടെമ്പറേച്ചറിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഫുഡിനെ കംപ്ലീറ്റ്ലി സ്റ്റെറൈലാക്കുന്നതാണ്. എസ്പെഷ്യലി നമ്മൾ ഇതിനകത്ത് ഗാമ റേസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അൾട്രാവയലറ്റ് ലൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ഗാമ റേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗാമ റേഡിയേഷൻ ഫ്രം കൊബാൾട്ട് 60 അല്ലെങ്കിൽ സീഷ്യം 137 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൽ നിന്ന് വരുന്ന ഗാമ റേസ് ആണ് ഈ സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടറ്റോസും ഓണിയനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ടെക്നിക്ക് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ആണ് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽ ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ്. ഇതിനകത്ത് തന്നെയാണ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈംസ്, ബ്ലാഞ്ചിങ് ഓർ ബോയിലിംഗ്. ഇതിനകത്ത് ദ ഡിസ്ട്രക്ഷൻ ഓർ ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈംസ് ബൈ ബ്ലാഞ്ചിങ് ഓഫ് ബോയിലിങ്ങിനകത്ത് നമുക്കറിയാം. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ഗിവൻ ടു വെജിറ്റബിൾസ് ബിഫോർ ക്യാനിങ്, ഫ്രീസിങ് ഓർ ഡ്രൈയിങ് ടു പ്രിവെൻറ്റ് സെൽഫ് ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ് ബൈ ഡിസ്ട്രോയിങ് എൻസൈംസ്. പോളിഫിനോൾസ് അല്ലെങ്കിൽ കാറ്റലീസ് പോലെയുള്ള ഫിനോലേസ് പോലെയുള്ള എൻസൈംസ് ഫുഡിനകത്തുണ്ട്. നമുക്കറിയാം ആപ്പിൾസും ബ്രിഞ്ചാളും ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന പൊട്ടറ്റോസും ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗൺ കളർ പിഗ്മെൻറ്റ് അതിൻ്റെ സർഫസിൽ ഫോം ചെയ്യും. ഇത് ബ്രൗണിങ് റിയാക്ഷൻ വഴിയിട്ടാണ്. ഈ സമയത്തിൻ്റെ ന്യൂട്രിയൻ്റ് ഡീകമ്പോസിഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്ലാഞ്ചിങ് ചെയ്യുന്നത് ബൈ ഡിപ്പിംഗ് ദ ഫുഡ് കൊമോഡിറ്റി ഐദർ ഇൻ ബോയിലിംഗ് വാട്ടർ ഓർ ബൈ എക്സ്പോസിങ് ദം ടു സ്റ്റീം ഫോർ ഫ്യൂ മിനിറ്റ്സ് ഫോളോഡ് ബൈ ഇമ്മീഡിയറ്റ് കൂളിംഗ്. അപ്പോൾ ഇങ്ങനെ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറയണ കൂട്ടിയിട്ട് നമുക്ക് ഈ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതിനകത്തുള്ള എൻസൈംസിനെ. പിന്നുള്ളതാണ് ഈ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ബൈ ബോയിലിംഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക, അതിന് സ്റ്റീം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നുള്ളതാണ് ബൈ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് പ്യുവർലി കെമിക്കൽ റിയാക്ഷൻസ്, യൂസ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ടു പ്രിവെൻറ്റ് ഓക്സിഡേഷൻ. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ് ബ്യൂട്ടിലേറ്റ് ഹൈഡ്രോക്സി അനിസോൾ, ബ്യൂട്ടിലേറ്റ് ഹൈഡ്രോക്സി ടോളുവിൻ, ടെർഷറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സി ക്യൂനോൺ, TBHQ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാറ്റ് ഓയിൽസൊക്കെ റാൻസിഡ് ആകുന്ന അല്ലെങ്കിൽ ഫ്ലേവർ റിവേഷൻ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. റാൻസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കനച്ചു പോകാമെന്നൊക്കെ പറയും. അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ ആൻറ്റി ഓക്സിഡൻസ്, നാച്ചുറലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് വൈറ്റമിൻ ഇയും സിയും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തും നമുക്ക് ഫുഡിനെ സെൽഫ് ഡീകമ്പോസിഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാം.
ലാസ്റ്റ് വണ്ണാണ് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ബൈ ഇൻസെക്ട്സ്, ആനിമൽസ്, റോഡൻസ് ആൻഡ് മെക്കാനിക്കൽ കോസസ്. ഇതെന്ന് പറയുന്നത് ഫിമിഗൻസ് യൂസ് ചെയ്യുക, ഡ്രൈഡ് ഫ്രൂട്ട്സും സീരിയൽസും പൾസസിനകത്തൊക്കെയും ഈ ഇൻസെക്ട്സിനെ റോഡൻസിനെയൊക്കെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിമിഗേഷൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഉണ്ടെങ്കിൽ അതിനെ കിൽ ചെയ്യാനും പറ്റും. ഈ ഇൻസെക്ട്സിനെയൊക്കെ ഫിമിഗൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാലത്തിയോൺ പോലെയുള്ളതൊക്കെ നമുക്ക് ഫിമിഗൻസ് യൂസ് ചെയ്യാം. പിന്നെ റാപ്പിംഗ് ഓഫ് ഫ്രൂട്ട്സ്, providing cushioning trays using light pack and a good packaging material. Check the grammage to fresh ഫുഡ് കോമോഡിറ്റീസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് കുഷ്യൻ പാക്കേജിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറുകേറ്റ് ഫൈബർ ബോർഡ്സും ഒക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഡ്യൂറിങ് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതായത് ഡാമേജ് ഒഴിവാക്കാൻ പറ്റും. ഈ ഫുഡ് പ്രിസർവേഷൻ്റെ മെത്തേഡ്സിനെ എല്ലാം ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈ റിമൂവൽ ഓഫ് ഹീറ്റ്, പ്രിസർവേഷൻ ബൈ ലോ ടെമ്പറേച്ചർ, ഹീറ്റ് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിസർവേഷൻ ബൈ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ചില്ലിങ്, റെഫ്രിജറേഷനും ഒക്കെയാണ് വരുന്നത്. ഡീഹൈഡ്രോ ഫ്രീസിങ്, ഫ്രീസ് പ്രിസർവേഷൻ, ഫ്രീസിങ്, റെഫ്രിജറേഷനൊക്കെയാണ്. ഡീഹൈഡ്രോ ഫ്രീസിങ് ഒക്കെയാണ്. ബൈ അഡീഷൻ ഓഫ് ഹീറ്റ്, അതായത് പ്രിസർവേഷൻ ബൈ ഹൈ ടെമ്പറേച്ചറിനകത്ത് വരുന്നതാണ്. ഇത് ഷോർട്ടായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞെല്ലാം കൂടെ ഒന്ന് പറയുന്നുള്ളൂ. LT, HTST, പിന്നെ സ്റ്റെറിലൈസേഷൻ, അൾട്രാ ഹൈ, പിന്നെ മൈക്രോവേവ്, ഇതൊക്കെ എന്ന് പറയുന്ന അഡീഷൻ ഓഫ് ഹീറ്റ് വഴിയിട്ട് വരുന്നതാണ്. ഈ റിമൂവൽ ഓഫ് വാട്ടറാണ് ഡ്രൈയിങ്. സോളാറുണ്ട്, അതുപോലെ ഡ്രയേഴ്സ്, ആർട്ടിഫിഷ്യൽ ഡ്രയേഴ്സ്, ഇവാപ്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഫ്രീസ് കോൺസെൻട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, ഫ്രീസ് ഡ്രൈയിങ്, ഇതെല്ലാം തന്നെ വരുന്നത് റിമൂവൽ ഓഫ് വാട്ടർ. പിന്നെ ഇറേഡിയേഷൻ വഴി UV, ഗാമ ഇറേഡിയേഷൻ ഉപയോഗിക്കാം. പിന്നെ ബൈ നോൺ തെർമൽ മെത്തേഡാണ് ഹൈ പ്രഷർ പ്രോസസ്സിങ്, പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ മെത്തേഡിനകത്ത് വരുന്നതാണ് ബൈ അഡീഷൻ ഓഫ് ആസിഡ്സ്, അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, പിക്ലിംഗ് ഒക്കെയാണ് ഒരു എക്സാമ്പിൾ. അഡീഷൻ ഓഫ് സോൾട്ട് അല്ലെങ്കിൽ ബ്രൈൻ, ഇതാണ് ഡ്രൈ സോൾട്ടിങ് അല്ലെങ്കിൽ ബ്രൈനിങ് എന്നൊക്കെ പറയും. നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുന്നത് ആ ഒരു ടെക്നിക്കാണ്. പിന്നുള്ളതാണ് അഡീഷൻ ഓഫ് ഷുഗർ വിത്ത് ഹീറ്റിങ്, അതാണ് ജാം ജെല്ലിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാൻഡീസ്, മാർമലേഡ്, അത് ഹഡിൽ ടെക്നോളജി പോലെയാണ്. ഷുഗറും ഉണ്ട്, ഒപ്പം തന്നെ ഹീറ്റ് ഉണ്ട്. നെക്സ്റ്റ് ആണ് അഡീഷൻ ഓഫ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. ക്ലാസ് 1, ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രിസർവേറ്റീവ്സ് പഠിക്കാം. ബൈ ഫെർമെൻറ്റേഷൻ, ആൽക്കഹോളിക്, അസറ്റിക്, ലാക്റ്റിക് ആസിഡ്, ഇത് ഷോർട്ടാക്കി പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ആണ് കോമ്പിനേഷൻ മെത്തേഡ്. 1 or more മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സിനർജിസ്റ്റിക് പ്രിസർവേഷൻ അല്ലെങ്കിൽ ഹേർഡിൽ ടെക്നോളജി എന്ന് പറയും. പാസ്റ്ററൈസേഷൻ കമ്പൈൻഡ് വിത്ത് ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ, അതാണ് നമ്മൾ നമ്മുടെ റോ മിൽക്കല്ല, പാസ്റ്ററൈസ്ഡ് പാക്കറ്റ് മിൽക്കൊക്കെ നമ്മൾ പാസ്റ്ററൈസ് ചെയ്ത മിൽക്കിനെ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നുള്ളതാണ് ക്യാനിങ്, ഹീറ്റിംഗ് കമ്പൈൻഡ് വിത്ത് പാക്കിംഗ് ഇൻ സീൽഡ് കണ്ടെയ്നർ, അസെപ്റ്റിക് പാക്കിംഗ് പോലെ തന്നെ. പിന്നെ ഹേർഡിൽ ടെക്നോളജി, ലോ ടെമ്പറേച്ചറും ലോ pH, സോൾട്ടിങ്, അഡീഷൻ ഓഫ് ആസിഡ്, ഷുഗർ, ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് വരുന്ന കോമ്പിനേഷൻ മെത്തേഡുള്ള ഹേർഡിൽ ടെക്നോളജി ഒക്കെ തന്നെ കെമിക്കൽ മെത്തേഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. നോക്കുന്നത് ഫുഡ് പ്രിസർവേഷൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് നമുക്ക് മനസ്സിലാവും. ഇൻക്രീസസ് ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ്, റീറ്റെയിൻ ക്വാളിറ്റി ഓഫ് ഫുഡ്, കളർ, ടെക്സ്ചർ, ഫ്ലേവർ, ന്യൂട്രീഷൻ വാല്യൂ, ഇതൊക്കെയും റീറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, ആഡ്സ് വെറൈറ്റി ടു ദ ഫുഡ്, ഡിക്രീസസ് വേസ്റ്റേജ് ഓഫ് ഫുഡ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഓറ്റ് മീറ്റ്സ് ഓഫ് സീസൺ റിക്വയർമെൻറ്റ്, അല്ലേ, സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ നമുക്ക് ഓഫ് സീസൺ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും.